Hello guys, welcome back to PETROLHEAD Motor Garage. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്രാക്ടറിൻ്റെ കോൾഡ് സ്റ്റാർട്ടാണ്. ഒരു വിൻറ്റേജ് ട്രാക്ടർ ആട്ടോ, DT-14 എന്നാണ് ട്രാക്ടറിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് DT-40യുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പാലക്കാട് നമ്മുടെ ചിറ്റൂർ സൈഡിൽ ഒരു ഫുള്ളി റീസ്റ്റോർഡ് ആയിട്ടുള്ളൊരു വണ്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വണ്ടി ഓടിപ്പോകുന്നതിൻ്റെയും പിന്നെ അത് നമ്മൾ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അതേപോലെ തന്നെ ഒരു ട്രാക്ടർ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാട്ടോ. തമിഴ്നാട്ടിലൊരു ഗ്രാമപ്രദേശമാണിത്. വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടും എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അങ്ങനെ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പിലാണുള്ളത്. ഇച്ചിരി കംപ്ലയിൻസ് ഒക്കെ ആയിട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവിട്ടേക്കാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എന്താ, നമ്മൾ ബൈക്ക് എടുത്തിങ്ങ് പോകുന്നു. കാരണം എന്താ വെച്ചാൽ ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അവിടെ നിന്ന് ടൂൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ വണ്ടിക്ക് ബാറ്ററി അങ്ങനത്തെ സംഭവങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതൊരു സിംഗിൾ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുബോട്ട എന്നൊക്കെ പറയുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഏകദേശം സിമിലാരിറ്റി ഉള്ള എഞ്ചിൻ തന്നെയാണ് അതിനകത്ത്. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്കത് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാം. കൈയും കൊണ്ട് നമുക്ക് തിരിച്ച് അതിനൊരു ലിവർ ഉണ്ട്. ആ ലിവർ വെച്ച് നമുക്ക് തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തി. അപ്പോൾ അവരെ വിളിച്ച് അവരവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് വർക്ക്ഷോപ്പിലെത്താം. നേരെ പോയി വണ്ടി കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ ട്രാക്ടർ കേട്ടോ. ഇതാണല്ലേ, ഇതാണ് വണ്ടിയുടെ ലുക്ക്. ബ്രോ, ഉങ്ങളുടെ പേര്? അരുൺ. വർക്ക്ഷോപ്പ് വെച്ചിട്ടിരിക്കുന്നത് ട്രാക്ടറോட ട്രാക്ടர்ஸ். ஓகே. வண்டி வந்து பாத்தீங்கன்னா 1960 அந்த சம்திங்ல வந்த மாடல் M சீரிஸ் வண்டி. M சீரிஸ். ஓகே. இது பாத்தீங்கன்னா கேரளா நம்பர் தான். ஒரிஜினல் நம்பர் கேரளா நம்பர். கேரளா நம்பர் தான். நான் ரீநம்பர் பண்ணியிருக்காங்க. வண்டி ஒரு விண்டேஜ் கஸ்டமர் இருக்கு. ஓகே. இது வந்து 14 HP ரஷ்யன் மேக். மட்ராஸில் அசம்பிள் பண்ணி வந்திருக்கு. எல்லாம் ஃபுல்லான ஒரிஜினாலிட்டியில் இருக்குது வண்டி. ஹேண்டில் ஸ்டார்ட்டு. ஓகே. ஹேண்டில் இப்போ ஸ்டார்ட் இப்போ ரன்னிங் கண்டிஷன் இருக்குது. ஹேண்டில் ஸ்டார்ட்டில் இருக்குது. ஹேண்ட் கிளச் எல்லாம் பார்த்தீங்கன்னா அது ஹேண்டில் வரும். கையில் கிளச்சு ഹൈഡ്രോളിക് ആൾട്ട് A to Z എല്ലാം വർക്കിംഗ് കണ്ടീഷനിൽ இருக்குது. ക്ലച്ച് വന്നിട്ട് ഹാൻഡ് ക്ലച്ച് ആണ്. ഇതിലാണ് നമ്മുടെ ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. ഹാൻഡ് ക്ലച്ച് ഇത് വണ്ടി അല്ലേ. അപ്പോൾ ഹാൻഡ് ക്ലച്ച്, അതായത് നമ്മുടെ ഹാൻഡ് ഗിയർ ഉള്ള വണ്ടികൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ കയ്യിൽ ക്ലച്ചുള്ള വണ്ടി ഇത് മാത്രമേ ഉള്ളൂ എന്നാട്ടോ പറഞ്ഞത്. பிரேக் பார்த்தீங்கன்னா அந்த கால்ல ஒரு பிரேக், இந்த கால்ல ஒரு பிரேக், ஒரு பிரேக் அங்க ஒரு பிரேக். அப்ப இந்த பிரேக் ரெண்டு வீலுக்கு வேலை செய்யுமா? அப்ப எக்ஸ்ட்ரா ஆன்ல பிரேக். மூணு பிரேக் வரும். மூணு பிரேக் லிவர். இது ஒரு பிரேக் பெடல், அது ஒரு பிரேக் பெடல். டபுள் பிரேக் ஹேண்டில் பண்ணா இந்த பிரேக். ஓகே. அப்ப அந்த கடைசி பிரேக் பெடலை பிரஸ் பண்ணா மட்டும் ரெண்டு பிரேக் பிடிக்கும். ഇതില് ഒന്നില് ചെഞ്ഞാ ഒന്ന് மட்டும் அந்த பக்கம் ஒன்னு அந்த பக்கம் ஒன்னு பிடிக்கும். ஓகே. அப்போ ലാസ്റ്റ് ഒന്ന് പ്രസ് பண்ணா மட்டும் ഡബിൾ பிரேக் രണ്ട് பிரேக் എൻഗേജ് ആകും. 10 വർഷത്തേക്ക് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 കൊല്ലത്തിന് ശേഷമാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഒരു ഓവറോൾ ലുക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സർവീസ് ചെയ്ത് ക്ലീൻ ആക്കി കൊണ്ടുവന്നേക്കണം. അതായത് ഒരു തുള്ളി ചെളിയോ പൊടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോ, അതായത് ഇവിടെ വരുന്നതിന് മുമ്പുള്ള ഫോട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇതാണ് നമ്മുടെ DT-14. ഞാൻ ഇതിൻ്റെ ഒരു വോക്ക് റൗണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ലുക്കിലാണ് വണ്ടി ഉള്ളത്. ഇതാണ് സ്റ്റിയറിംഗ് വീലൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിൽ റസ്റ്റ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒറിജിനൽ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ ഒറിജിനൽ നമ്മുടെ ടൂൾസ് ബോക്സ് കിട്ടും. ഇതിനകത്താണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഹാൻഡിൽ. ഓക്കെ, ഇതാണ് ഈ വണ്ടിയുടെ കീ, സ്റ്റാർട്ടിങ് ഹാൻഡിൽ എന്നൊക്കെ പറയും. ஸ்டியரிங் வந்து பார்த்தீங்கன்னா இதுலேயே வேற ஒரு டைப் வந்துச்சு. ஃபர்ஸ்ட் வந்து டைப் ஸ்டியரிங்கு. இதில் ஒரு ஸ்டியரிங் பாக்ஸ் வந்து பார்த்தீங்கன்னா சீட் இருக்குல்ல, சீட்டை கழட்டி இதில் மாட்டிட்டு இப்படி ரன்னிங் பண்ணிக்கலாம். பேக்லேயே ரன்னிங் பண்ணிக்கலாம். இப்போ ഇത് വേറെ, ഇത് ഒരു സ്റ്റിയറിംഗ് தான். ഇതിൽ வந்து രണ്ട് ടൈപ്പ്. ഇതിലാണ് ശരിക്കും നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് വരിക. ഇതിപ്പോൾ ഇങ്ങോട്ട് ഓൾട്ടർ ചെയ്തിട്ട് എടുത്ത് വെച്ചേക്കണതാണ്. അത് കംഫർട്ട് കൂടുതൽ ഓടിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇത് ഓൾട്ടർ ചെയ്ത് ഇങ്ങോട്ട് സെറ്റ് ചെയ്തേക്കുന്നത്.
கம்பெனியில் சொன்னாங்க நல்ல வண்டி அது. അപ്പോൾ ഇതിനകത്ത് ഈ എയർ ഫിൽറ്ററിൻ്റെ കംപ്ലീറ്റ് നോട്ടുകൾ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഓയിൽ ബാത്ത് എയർ ഫിൽറ്റർ കാണുന്നത്. ഇത് ഓയിലല്ലേ ഇതിനകത്ത്? ഇത് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്ന ലെവൽ ഗേജാണിത്. ഡിപ്പ് സ്റ്റിക്ക്. ഓക്കെ, ഇതാണ് ഫ്യൂൽ ഫിൽറ്റർ അല്ലേ? ഓയിൽ ഫിൽറ്ററാ? ഫ്യൂൽ ഫിൽറ്റർ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഫ്യൂൽ ഫിൽറ്റർ കേട്ടോ, ഡീസൽ ഫിൽറ്റർ. സിംഗിൾ സിലിണ്ടർ 40 HP ആണ് ഈ വണ്ടി തന്നെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ്. ആകെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അന്നത്തെ വിൻറ്റേജ് കോപ്പർ റേഡിയേറ്റർ കേട്ടോ. ഇത് എന്താ മോഡൽ ബ്രോ? 1967. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നൊരു വണ്ടി അവിടെ നിന്ന് പോകുന്നതാണ്. അത് മൈൽസാ? ഓയിൽ പ്രഷർ മീറ്റർ, ഹവേഴ്സ് മീറ്റർ കാണിക്കുന്നത്. ഹവേഴ്സ് മീറ്റർ. ഓക്കെ. അപ്പോൾ ഈ വണ്ടി എത്ര നേരം പണിയെടുത്തു എന്നുള്ളത് കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഹവേഴ്സിൻ്റെ മീറ്റർ കേട്ടോ ഈ കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. എത്ര നേരം ഈ വണ്ടി ജോലി ചെയ്തു എന്ന് കാണിക്കുന്ന സംഭവം, അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു മീറ്റർ. ഇതിനകത്താണ് ഓയിൽ ഫിൽറ്റർ തന്നെ. അത്യാവശ്യം വലിയൊരു സംഭവം തന്നെയാണ്. ഇതിന് മുമ്പ് നമ്മളൊരു DT-14 വീഡിയോസ് ഇട്ടത് അവർ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ബാറ്ററി ഒന്നുമില്ല. നമ്മളിങ്ങനെ ഹാൻഡ് ക്രാങ്ക് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ്, ഇതാണ് വണ്ടി. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഇവിടെ നമ്മൾ തിരിച്ചിട്ടാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എക്സോസ്റ്റ് ആണ് ഇവിടെ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കയ്യിലാണ് ക്ലച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതല്ലേ ബ്രോ സെൽഫ് മോട്ടർ? ഇതാണ് സെൽഫ് മോട്ടർ കേട്ടോ ഈ വണ്ടിയുടെ. അതും ഇങ്ങനെ വലിച്ചില്ലേ? ഓക്കെ. ഏകദേശം എത്ര കാലം നിർത്തിയിട്ടായിരുന്നു വണ്ടി? 10 years. 10 years. അപ്പോൾ ഇതൊരു 10 yearsക്ക് അപ്പുറം ഇപ്പോൾ സ്റ്റാർട്ട് പണ്ട്.
10 വർഷത്തിന് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റഷ്യൻ എഞ്ചിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വണ്ടി സ്റ്റാർട്ടായി. കഴിഞ്ഞ ദിവസം ഇവർ കൊണ്ടുവന്നിട്ട് ഒന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്ത് ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഇതിനകത്ത് എന്താ മെക്കാനിക്കൽ വർക്കും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. இன்னும் செஞ்சுருக்காங்க, ஆனால் எலக்ட்ரிக்கல் லைன் மட்டும் பார்த்தா போதும். ஹேண்டில் ஸ்டார்ட்ல இருக்கிறங்காட்டி செல்ஃப் மோட்டர் ஒன்றும் ஒர்க் பண்ணல, எலக்ட்ரிக்கல் லைன் கொடுக்கல, ஆனால் ஒரிஜினல் செல்ஃப் മോട്ടർ தான். അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് മോട്ടർ ഈ വണ്ടിയുടെ കണക്ട് ചെയ്തിട്ടില്ല. ഒറിജിനൽ പെയിന്റ് അല്ലേ വണ്ടി, ഇത് ഫുൾ ഒറിജിനൽ പെയിന്റിലായിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല സെൽഫ് മോട്ടർ ബാറ്ററി സംഭവങ്ങളൊന്നും ഇതിൽ കണക്ട് ചെയ്തിട്ടില്ല. ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ക്രാങ്ക് ചെയ്യാൻ കുറച്ചും കൂടി ടൈം എടുക്കുമായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ഹാൻഡിൽ തിരിച്ചുകൊണ്ടാണ് ഇവള് പെട്ടെന്ന് സ്റ്റാർട്ടായത് അല്ലേ. സ്റ്റാർട്ടായി. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ഈ അപ്പോൾ ഇതെന്തിൻ്റെ அது வந்து லாக் இன்ஜின் லாக் பண்றது. இது வந்துட்டு அது இல்லைன்னா வந்துட்டு இன்ஜினோட சேர்ந்து சொல்லிட்டு சுத்தறக்காரு. இது வந்து ஒண்ணா இது மட்டும் ஹேண்டில் மட்டும் ரன்னிங் ஆகும். இத லாக் பண்ணா மட்டும் தான் இன்ஜின் சேர்த்து இன்ஜின் பவர். இது வந்துட்டு லாக் செய்யும். இது ஸ்டார்ட் ஆனப்ப இது ஆட்டோமேட்டிக்கலி ரிலீஸ் ஆயிடும். இன்ஜின் வந்துட்டு ரன் ஆயிருக்கும். இன்ஜின் ரன்னால ரிலீஸ் ஆயிடும். சேர்த்து சுத்தறக்காரு. ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ തിരിച്ചിടും. ഓക്കേ, ഓൾഡ് മെത്തേഡ്. ഗിയർ ബോക്സ്. ഓ, ഇതൊരു ഗിയർ ബോക്സ് അല്ലേ. ഹാൻഡിൽ ഗിയർ ബോക്സ്. അപ്പോൾ ഇത് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഹാൻഡിൽ ഗിയർ ബോക്സ് ആണ്. ഇതിൽ ഓയിൽ ഫിൽ പണ്ടത്. അപ്പോൾ ഗൈസ് ഈ വണ്ടിക്ക് 2 ഗിയർ ബോക്സ് ആണുള്ളത്. ഇത് വന്നിട്ട് നമ്മൾ ഈ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഹാൻഡിൽ ഗിയർ ഇട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ചെറിയ ഗിയർ ബോക്സ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ അതല്ലാണ്ട് അവിടെ ഇട്ട് നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് ഉണ്ട്. അന്നത്തെ ഒരു സെറ്റപ്പിലാണെങ്കിലും വണ്ടി ചുമ്മാ വേറെ ലെവലാട്ടോ. ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് തന്നെ ഒരു അന്തം വിട്ടു പോകുന്നു. കാരണം 1963-ൽ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും സെറ്റപ്പോട് കൂടിയാണ് ഈ വണ്ടി വന്നത്. இது வந்து ஓல்ட் டைப். இந்த கியர் போட்டா மட்டும் தான் ஹைட்ராலிக் என்கேஜ் பண்ற மாதிரி. ரோட் ரன்னிங் வந்து தேவைன்னா கட் ஆஃப் பண்ணிக்கலாம். ஹைட்ராலிக் பம்பை வந்து கட் ஆஃப் பண்ணிக்கலாம். ஓகே ஓகே. இதுல வந்துட்டு இது ஒரு கப். இதுல ஒரு பிடிஓ யூனியன். ரெண்டு பிடிஓ யூனியன் இருக்கு. இங்க ஒரு பிடிஓ யூனியன், பின்னாடி ஒன்று. இதை எடுத்துட்டு இதுல வந்துட்டு பெரிய புள்ளி இருக்குல்ல, புள்ளி பெல்ட், அதை செட் பண்ணிட்டு இங்க இருந்துட்டு வந்துட்டு பெல்ட் போட்டு வாட்டர் பம்ப் பழைய காலத்துல ഒരുപാട് യൂസ് இருக்கு இந்த வண்டியில அല്ലേ. எல்லா யூஸும் அவங்க வந்து ஃபர்ஸ்ட் இருக்கு. வண்டி கொண்டே அந்த இடத்துல நிறுத்திக்கலாம். பம்ப்ல புள்ளி போட்டு பெல்ட் போட்டுட்டு ஓட்டிட்டு தண்ணியெல்லாம் பாய்ச்சதுக்கு அப்புறம் மறுபடியும் வந்துட்டு വണ്ടി വീട്ടിൽ എടുത്തിട്ട് വന്നില്ലേ. നമുക്ക് ഇപ്രാവശ്യം വന്നിട്ട് നമുക്ക് അധികം ജോലിയൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടാങ്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഫ്യൂവൽ അടക്കം ഫില്ല് ചെയ്താണ് വെച്ചിരുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.